ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ജസി അജി, എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് അജി കെ ജോൺ. ഞങ്ങൾ വരുന്നത് പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിൽ നിന്നുമാണ്. 2022 ഇവിടെ ഉടമ്പടി എടുക്കുവാൻ ഞങ്ങൾ ആദ്യമായി വരുമ്പോൾ, ഞങ്ങൾ UAE വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളിവിടെ ഉടമ്പടി എടുക്കുവാൻ വരുന്നത്. ഞങ്ങൾ 2022 ഉടമ്പടി എടുക്കാൻ ഇവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല. ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് 15 വർഷമായി അന്ന് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലാതിരുന്ന ഞങ്ങൾ ഉടമ്പടി എടുത്ത പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് മക്കളെ വേണം. ഞങ്ങൾ ഒരു കുഞ്ഞിന് വേണ്ടി മാത്രമാണ് പ്രാർത്ഥിച്ചത്. എന്നാൽ ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളെ തന്ന് അമ്മ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. കുടുംബജീവിതത്തിൽ മക്കളുടെ പ്രാധാന്യം എല്ലാവർക്കും അറിയാം. ഏറ്റവും വലിയ ദുഃഖമാണ് കുഞ്ഞുങ്ങളില്ലാത്ത ദുഃഖം എന്ന് പറയുന്നത്. ആ ദുഃഖത്തിലൂടെ 15 വർഷക്കാലം കഴിഞ്ഞു പോയ ഞങ്ങൾക്ക് അമ്മ മാതാവിനോടുള്ള പ്രാർത്ഥനയിലും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളെ ലഭിക്കുകയുണ്ടായി. 2 ആൺകുട്ടികളും 1 പെൺകുഞ്ഞും. അതുപോലെ ഞങ്ങൾ ഇവിടെ നമുക്ക് ലഭിക്കുന്ന വെഞ്ചരി ഓരോ പ്രാവശ്യവും ഞാൻ 3 മാസം ഈ കുഞ്ഞുങ്ങളെ വയറ്റിലായിരുന്നപ്പോൾ UAE അവിടുത്തെ ഡോക്ടേഴ്സ് പറഞ്ഞു, നിങ്ങൾ നാട്ടിൽ പോവുകയാണ് നല്ലത്. 3 കുഞ്ഞുങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് വളരെയധികം തുകയാകും. നിങ്ങളുടെ ശാരീരിക സുഖത്തിനും നല്ലത്. നിങ്ങൾക്ക് ആരുടെയെങ്കിലും കെയറിങ് വേണം, നിങ്ങൾ നാട്ടിൽ പോകുന്നത്. അങ്ങനെ 3 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ വന്ന് ഞങ്ങൾ ഗൈനക്കോളജിസ്റ്റിനെ കാണുമ്പോൾ ഡോക്ടർ പറയുന്നു, 3ാമത്തെ കുഞ്ഞിന് എൻ്റെ പ്ലാസൻ്റെ താഴോട്ടാണ്. ഈ കുഞ്ഞിനെ ഇവിടെ നമുക്ക് ഇരട്ട കുഞ്ഞുങ്ങളും 3 കുഞ്ഞുങ്ങളും ഒക്കെ ട്രിപ്ലറ്റ്സും ഒക്കെ ഉണ്ടാകുന്നവർക്ക് അറിയുവാൻ സാധിക്കും. ഇവിടുത്തെ ഡോക്ടർമാർ ചെയ്യുന്നത് സ്റ്റിച്ചിഡ് അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി. എന്നാൽ എൻ്റെ 3ാമത്തെ അടിയിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ പ്ലാസൻ്റെ താഴെ ആയതിനാൽ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ സ്റ്റിച്ച് ഇട്ടില്ലെങ്കിലും ഈ 3ാമത്തെ കുഞ്ഞ് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയില്ല, ബ്ലീഡിങ് ആയി പോകുമെന്ന്. എന്നാൽ 8 മാസം ഒരു ട്രിപ്പിൾഎക്സ് ബേബിയുടെ മദർ എന്ന് പറയുന്നവരൊക്കെ മാക്സിമം 32 വീക്സ് അല്ലെങ്കിൽ 34 വീക്സ് മാത്രമേ അവർക്ക് ആ കുഞ്ഞിനെ വഹിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ 32 വീക്സ് കംപ്ലീറ്റ് ആകുന്നത് വരെ ഒരു തുള്ളി രക്തം, ഒരു ബ്ലീഡിങ് പോലും വരാതെ മാതാവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കാത്തു സൂക്ഷിച്ചു. ആ പ്രാർത്ഥന ഞങ്ങളോട് കൂടെ ഞങ്ങൾ എല്ലാ ദിവസവും, ഞാൻ ഹസ്ബൻഡ് അവിടെ ആയിരുന്നപ്പോഴും ഞാൻ എല്ലാ ദിവസവും തിരി കത്തിച്ച് രാവിലെയും വൈകിട്ടും ഇവിടെ പറഞ്ഞിരുന്ന രീതിയിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അതേപോലെ ഏത് പ്രാവശ്യം സ്കാനിങ്ങിന് പോകുമ്പോഴും ഈ തൈലം എൻ്റെ വയറ്റിൽ പുരട്ടിയിട്ട് മാത്രമേ ഞാൻ സ്കാനിങ്ങിന് പോകാറുള്ളായിരുന്നു. അതിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ തന്നെ അറിയാം, നല്ല 3 കുഞ്ഞുങ്ങളെ തന്ന് മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. ഇതിന് നന്ദി എത്രമാത്രം പറഞ്ഞാലും, എങ്ങനെ പറഞ്ഞാലും, എത്ര സ്തുതിച്ചാലും മതി വരികയില്ല. ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രചോദനമായിരിക്കണം. ഇതുപോലെ മക്കളില്ലാത്തവരുണ്ടെങ്കിൽ ഉടമ്പടി എടുത്ത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ, നിങ്ങൾ നിരന്തരമായി പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. അതുപോലെ എൻ്റെ ഹസ്ബൻഡ് വളരെയധികം ശാരീരിക ബുദ്ധിമുട്ട്, നാക്കിൽ കുരുവരുന്ന, അതായത് എപ്പോഴും കുരുവരുന്ന ഒരു അസുഖം ഉണ്ടായിരുന്നു. ഈ ഉടമ്പടി പ്രാർത്ഥന, എന്നാൽ ഇന്ന് ഞാൻ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇരിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥനയിൽ പല പ്രാവശ്യവും ചില സമയത്ത് മുടങ്ങുന്നുണ്ടെങ്കിലും എൻ്റെ ഭർത്താവ് ഇപ്പോഴും നിരന്തരമായി, എന്നാൽ ഞങ്ങൾ ഈ ഉടമ്പടി എടുക്കാൻ ഇവിടെ വരുന്നിടം വരെയും, ഞാൻ ഗർഭിണിയാകുന്നിടം വരെയും എൻ്റെ ഭർത്താവ് അത്ര വലിയ ഭക്തനാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്നാൽ ഇന്ന് ഈ പ്രാർത്ഥന മുടങ്ങാതെ പ്രാർത്ഥിക്കുന്നതിലും ഓൺലൈനിൽ ഏറ്റവും കൂടുതൽ, എന്നേക്കാൾ കൂടുതൽ സമയം ഇരുന്ന് ഈ ഓരോ പ്രാർത്ഥനയെയും അറ്റൻഡ് ചെയ്യുന്നതിൽ പുള്ളി നിരന്തരമായി അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് കാണാൻ സാധിക്കുന്നത്. അതിന് തന്നെ ദൈവത്തിന് കോടാനുകൂടി നന്ദി, അമ്മ മാതാവിനോടും തിരുകുമാരനോടുമുള്ള നന്ദി വീണ്ടും അറിയിച്ചുകൊണ്ട് ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രചോദനമാകട്ടെ.
നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥനയിൽ ഓർക്കണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിന് ഇനിയും ഞങ്ങൾക്ക് മുൻപോട്ട് പല കടമ്പകളും കടക്കുവാനുണ്ട്. അതിനിവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങൾ ചോദിച്ചു കൊള്ളുന്നു. വീണ്ടും ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവം ഞങ്ങൾക്ക് തന്ന ഈ അനുഗ്രഹത്തിന് കോടാനുകോടി നന്ദി അമ്മ മാതാവിനോടും തിരുകുമാരനോടും വീണ്ടും അറിയിച്ചു കൊള്ളുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഉടമ്പടി എടുക്കുമ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത്. ഞങ്ങൾ സാമ്പത്തികമായി പലരെയും സഹായിക്കുകയുണ്ടായി. അതുപോലെ തന്നെ നമ്മളെ കയ്യിൽ കിട്ടിയ പത്രം ഞങ്ങളുടെ ജോലി സ്ഥലത്തും മറ്റുള്ളവർക്കും വിതരണം ചെയ്യുകയും ചെയ്തു. അതിനും നമ്മൾ ഈ കാര്യങ്ങളൊക്കെയും ചെയ്ത് ഞങ്ങൾ പ്രത്യേകം നന്ദി ഞങ്ങൾ പറഞ്ഞുകൊള്ളുന്നു. പ്രാർത്ഥന ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ 3 കുഞ്ഞുങ്ങളെ ഇവർക്ക് ഈ ഫെബ്രുവരി 21 ആകുമ്പോൾ 1 വയസ്സാവുകയാണ്. ഇവർക്ക് ഇനിയും എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഫെബ്രുവരി 8-ാം തീയതി ആയിരുന്നു ഇവരുടെ മാമോദീസയുടെ ദിവസം. ഞങ്ങൾ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാൻ വേണ്ടി ഓരോരുത്തരെ കുളിപ്പിക്കണം. അതും ഒരു ചടങ്ങാണല്ലോ. നമ്മൾ ഒരു കുഞ്ഞിനെ കുളിപ്പിക്കുന്ന പോലല്ലല്ലോ. കുളിപ്പിച്ച് പള്ളിയിൽ കൊണ്ടുപോകാനുള്ള ഡ്രസ്സുകൾ ധരിപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇഞ്ചി ഉപയോഗിച്ചാണല്ലോ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്നത്. എല്ലാവർക്കും കുഞ്ഞുങ്ങളെ കുളിപ്പിച്ചിട്ടുള്ളവർക്ക് അതിന് തൊട്ടു മുമ്പ് തിളച്ച വെള്ളത്തിലിടുന്ന ഒരു പരിപാടി എനിക്കുണ്ട്. മഗ്ഗിനകത്ത് ഇത് തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഫുള്ളില്ല മഗ്ഗിനകത്ത് വെള്ളം, എന്നാൽ അത് മുങ്ങിക്കിടക്കത്തക്ക രീതി. എൻ്റെ കുഞ്ഞിൻ്റെ ഇവൻ്റെ പേര് ഇവാൻ എന്നാണ്. ഇവൻ എന്ത് ചെയ്തു? എൻ്റെ സിസ്റ്ററാണ് കുഞ്ഞിനെ കുളിപ്പിക്കുന്നത്. ഇവൻ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ ആ മഗ്ഗ് എടുത്ത് ദേഹത്തോട്ടങ്ങ് വെച്ചു. അപ്പോൾ കുഞ്ഞ് ഒന്ന് കരഞ്ഞു. പെട്ടെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ പെട്ടെന്ന് അപ്പോഴാണ് ചിന്തിക്കുന്നത് ഇത് ചൂട്. എന്നാൽ ആ നിമിഷത്തിൽ മാതാവിൻ്റെ കരുതൽ ഞങ്ങളോട് കൂടെ ഇല്ലെങ്കിൽ അന്ന് നടക്കാനിരുന്ന ഞങ്ങളുടെ മാമോദീസ ചടങ്ങ് നടക്കുകയില്ല. കാരണം കുഞ്ഞ് അതൊന്ന് സാധാരണ രീതിയിൽ കുഞ്ഞ് മഗ് എടുത്താൽ മഗ് കമത്തുകയാണ് ചെയ്യുന്നത്. ഈ മഗ് കുഞ്ഞ് അന്ന് കമത്തിയില്ല. അതിനാൽ ഞങ്ങൾക്ക് ആ ഒരു അനുഗ്രഹം പറയാതിരിക്കാൻ സാധിക്കുകയില്ല. ആ ദിവസം അവനെ ആരോ സംരക്ഷിച്ചതുപോലെ ആലങ്കോലമായി പോകേണ്ട മാമോദീസായ ഞങ്ങൾക്ക് നല്ല ഭംഗിയായി നടത്തുവാൻ മാതാവിൻ്റെ കൃപ ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. ഇതിന് തിരുകുമാരനോടും അമ്മ മാതാവിനോടുമുള്ള നന്ദി ഞങ്ങൾ പ്രത്യേകമായി അറിയിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച കുഞ്ഞുങ്ങളുടെ സാക്ഷ്യമാണ് ഇപ്പം നമ്മൾ കേട്ടത്. 15 വർഷത്തിന് ശേഷം ലഭിച്ച ഒരു കുഞ്ഞുങ്ങളുടെ സാക്ഷ്യമാണ്. അപ്പം ഈ ഒരു സാക്ഷ്യം ഇതിലേറ്റവും വലിയ സാക്ഷ്യം എന്ന് പറയുന്ന 3 കുഞ്ഞുങ്ങൾ തന്നെയാണ്.